കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ഞാൻ പറഞ്ഞതിന് കൃത്യമായിട്ട് ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇത്രയേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ അല്ല, അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്. ഈ 2-3 ദിവസത്തിനുള്ളിൽ FCRA ബില്ല് തട്ടിക്കൂട്ടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ആ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിക്കൊള്ളണം. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ NGOകളെ, മാന്യമായി പ്രവർത്തിക്കുന്ന NGOകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും FCRA ബില്ല് കൊണ്ടുവന്ന് നിയമം പാസ്സാക്കി. അമിത്ഷാ ഇന്നലെ കഴിഞ്ഞ ദിവസം കിരൺ റിജിജു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കിരൺ റിജിജു പറഞ്ഞത് സമയമാകുമ്പോൾ അമിത്ഷാ വരും, അത് നിങ്ങളല്ല പറയേണ്ടത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഈ മർമ്മപ്രധാനമായ ചോദ്യം, അവരുടെ നേരെ പെല്ലറ്റ് ഗണ്ണും ലാത്തി ചാർജും ടിയർ ഗാസിലും വെച്ച് മർദ്ദിക്കാൻ ഉത്തരവിട്ടത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അമിത്ഷാ വരില്ല. പിന്നെ അമിത്ഷായ്ക്ക് തോന്നുന്ന കാര്യത്തിൽ വരും. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യം ഇന്നലെ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം കോറിഡോർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ FCRA ബില്ല് അവതരിപ്പിക്കും, അമിത്ഷാ വരും എന്നാണ്. അമിത്ഷാ പൂതിയുമായിട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഈ ജനവിരുദ്ധ ബില്ല് പാസ്സാക്കാൻ അമിത്ഷാ വന്നാലും ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ അദ്ദേഹം നേരിടേണ്ടി വരും എന്ന കാര്യം സംശയം വേണ്ട. ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്, ജനദ്രോഹപരമാണ്. ആ ജനദ്രോഹപരവും ഭരണഘടനാപരവുമായ ബില്ല് പാസ്സാക്കുന്നതിന് അനുവദിക്കില്ല. തന്റെ ഇടം ഉണ്ടെങ്കിൽ RSSനെ നിയന്ത്രിക്കാൻ നോക്ക്. അവർ രജിസ്റ്റേർഡ് സംഘടന പോലും അല്ലാത്ത എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, എത്രയോ കാശ് വാങ്ങിക്കുന്നുണ്ട് വിദേശങ്ങളിൽ നിന്നും. അതിനൊന്നും അന്വേഷണം വേണ്ട. രജിസ്റ്റേർഡ് ആയിട്ടുള്ള നിയമപ്രകാരമുള്ള സംഘടനകൾക്ക് FCRA അനുസരിച്ച് പണം കിട്ടുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും വേണ്ടി വന്നാൽ ആ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനും വരെ അധികാരം നൽകുന്ന ഈ കരി നിയമം ഒരു കാരണവശാലും അനുവദിക്കില്ല. ഞങ്ങൾ അനുവദിക്കില്ല. ആ പൂതി സമ്മേളനത്തിൽ പാസ്സാക്കാൻ നടക്കില്ല. ഇതിലാണ് എനിക്ക് പറയാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ ബില്ല് ആർക്കെതിരാണ്? ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ കഴുത്തിന് പിടിക്കുന്ന രീതിയിലാണ് ഈ ബില്ല്. അപ്പോൾ അത് അവർ തീരുമാനിക്കട്ടെ. അവർ പാസ്സാക്കുമോ, അവരനുകൂലിക്കുമോ, പാസ്സാക്കുമോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. അവരുടെ പാർട്ടിയുടെ കാര്യം ഇപ്പം ഞാൻ തീരുമാനിച്ച് നടക്കുമോ? പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായാലും നോർത്ത് ഈസ്റ്റ് ആയാലും പഞ്ചാബ് ആയാലും ഒഡീസ ആയാലും ഇത്തരം സംസ്ഥാനങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും. ഇത് ഇന്ത്യയുടെ അഖണ്ഡത ഉറപ്പുവരുത്തേണ്ട ഒരു ഗവൺമെന്റ് ഇത്തരം ഒരു ബില്ലുമായി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, അത് ചീഫ് സെക്രട്ടറി ഏത് സാഹചര്യത്തിലാണ് ഇറക്കിയതെന്ന് എനിക്കറിയില്ല. അപ്പം അത്തരം ധൃതി പിടിച്ചിട്ട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് ഗവൺമെന്റ് പരിശോധിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെന്റിനോട് സംസാരിക്കും. ഇത്തരം കാര്യങ്ങൾ എന്റെ ഗവൺമെന്റാണ്, നമ്മുടെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പാകപ്പിഴയുണ്ടായാൽ അത് സർക്കാരിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ശ്രമം. അതുകൊണ്ട് അത് പരസ്യമായിട്ട് ഞാൻ പറയുന്നത് ആഗ്രഹിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ഒരു RSS സൈദ്ധാന്തികനുണ്ടല്ലോ, അയാൾക്കെതിരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ നടപടി സ്വീകരിക്കുക? അല്ല, നടപടി സ്വീകരിച്ചില്ല. FIR ഇട്ടില്ലേ? കൂടുതൽ നടപടികൾ അറസ്റ്റിലേക്കൊന്നും പോകുന്നില്ല. അത് അല്ല, എനിക്ക് ഒന്നും നടപടി എടുക്കാൻ അവർ FIR ഇടുക എന്ന് പറഞ്ഞാൽ പരിശോധന നടക്കാനുള്ളതാണ്. ഇത് അവർക്ക് RSSനൊക്കെ തന്നെ വിചാരം എന്ന് വെച്ചാൽ അവർ ഈ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ഭരിക്കുന്നവരാണെന്നാണ്, എന്നും പറയാനാണ്. അത്തരം ആളുകളെ ഇപ്പം നിയന്ത്രിക്കാൻ കേരള പോലീസിന് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല, അതൊക്കെ നോക്കാനൊരു സർക്കാരുണ്ട് ഇവിടെ തന്നെ. ഏത് ഉദ്യോഗസ്ഥനായാലും അത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും പാകപ്പഴുണ്ടെങ്കിൽ അത് നോക്കാനൊരു സർക്കാർ ഇവിടെ ഉണ്ട്. ഇത് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്നലെ പിണറായി വിജയന്റെ പ്രസ്താവന കേട്ടു. ഗവർണറുടെ മുമ്പിൽ പോയിരുന്ന് എല്ലാ ദിവസവും രാവിലെ കവാത്ത് മറന്നുകൊണ്ട് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയും എല്ലാം അംഗീകരിക്കുകയും ചെയ്ത പിണറായിക്ക് ഇത് പറയാൻ എന്താ അധികാരമുള്ളത്? ഞങ്ങളേതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും പ്രയാസപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിൽ ചില കാര്യങ്ങളിൽ നമുക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഗവൺമെന്റ് പരിശോധിക്കും. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പത്രക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ വികാരങ്ങളത് കൃത്യമായും പാർട്ടിയുടെ സമീപനം എന്താണെന്നത് ഗവൺമെന്റ് ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കും.
ആ അല്ല, അതാ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത്, നിങ്ങൾ ഉണ്ടായിട്ടില്ല മീറ്റിങ്ങിന്റെ ആവത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കൃഷിമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സ്ഥാനത്ത് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതായിരുന്നു. ആ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ എന്താണ്, കൃത്യമായിട്ടും ആ ചർച്ച കുട്ടനാടിന് ഇത്തരം ദുരിതങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലായിട്ടുള്ള ആക്ഷൻ പ്ലാനാണ് വേണ്ടത്. അത് ഒരു കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ സമയത്തുള്ളത്. കൃഷിമന്ത്രി തന്നെ നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു മുൻകൈ കൂടി എടുത്ത് കുട്ടനാട്ടിലെ കൃഷിക്കാരെയും കൂടെ വിളിച്ചു കൂട്ടിയിരുത്തി എന്താണ് പരിഹാരമാർഗം, അടിയന്തരമായി ചെയ്യേണ്ടതാണ്, ദീർഘവീക്ഷണത്തോട് ചെയ്യേണ്ടതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ, അവരുടെ കൂടി വികാരങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുത്ത് നടപ്പിലാക്കണം. അതാണ് ഇന്നലെ മീറ്റിംഗിൽ കൃഷിമന്ത്രിയും പ്രഖ്യാപിച്ചത്. അക്കാര്യത്തിൽ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് ഒരു കാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഗതാർഹമായ കാര്യമാണ്. താങ്കൾ പറഞ്ഞത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അത് തീർച്ചയായിട്ടും കുട്ടനാടിന് അർഹിക്കുന്ന കാര്യമാണ്.